Hi guys, welcome back to Jill's World. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് ഒരു എലി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം നശിപ്പിച്ച് മാത്രമേ അവർ മുന്നോട്ട് പോവുകയുള്ളൂ. പിന്നെ അത് പെരുകി കൂടുതലാവും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ആകെ നാശങ്ങൾ തന്നെ ആയിരിക്കും. വീട്ടിൽ മാത്രമല്ല പുറത്തും. ഇപ്പോൾ ഞാൻ പുറത്ത് കറണ്ടിൻ്റെയൊക്കെ കമ്പിയുള്ള സ്ഥലത്താണ് ഇത് തുരന്ന് നമ്മുടെ വീടിൻ്റെ അടിഭാഗം മുഴുവൻ തുരന്നെടുത്തതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എലികളുടെ ശല്യം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് ഏറ്റവും ആദ്യം തന്നെ വേണ്ടത്. അപ്പോൾ നമുക്ക് എലീനെ തുരത്താനുള്ള ഒരു വീഡിയോ തന്നെയാണ് ഞാനിവിടെ കാണിക്കുന്നത്. എലി മാത്രമല്ല പെരിച്ചഴീനെ പോലും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് എലിയെ തുരത്താന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് ഞാൻ കുരുമുളകിൻ്റെ ഇലയാണ് എടുക്കുന്നത്. ഈ കുരുമുളകിൻ്റെ ഇല നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി. ഞാൻ ഒന്നോ രണ്ടോ ഭാഗത്ത് മാത്രം വെക്കാൻ പാകത്തിന് 2 ചെറിയ കുരുമുളകിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഇല പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലത്തുകളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഈ കുരുമുളകിൻ്റെ ഇല നമുക്കൊരു കല്ല് ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കാം. നിങ്ങൾ കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും ചതച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ഈ 2 പീസ് ഉള്ളത് കൊണ്ട് ഞാൻ കല്ലിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ എലികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോർ റൂമിൽ നമ്മൾ പച്ചക്കറികൾ വെച്ചതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ എലിക്കണിയും അതേപോലെ തന്നെ എലിവിഷം ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എലീനെ തുരത്തി ഓടിക്കാനും അതേപോലെ തന്നെ വീടിൻ്റെ പരിസരത്ത് നിന്ന് പോലും ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടിപ്പ് കൊണ്ട് സഹായിക്കും. ഒരു എലി വീടിനുള്ളിൽ കയറിയാൽ മതി. നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വെച്ചതൊന്നും നമുക്ക് നേരെ വിധം കാണാനായിട്ട് പറ്റില്ല. തുണികളൊക്കെ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കൊണ്ട് കീറി നശിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പച്ചക്കറികൾ, സ്റ്റോർ റൂമിൽ വെച്ച സാധനങ്ങൾ എല്ലാം തന്നെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്ക് വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എലിയെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റും. നമുക്ക് കൊല്ലാതെ തന്നെ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി. അത് എവിടെയെങ്കിലും പോയിട്ട് ചത്ത് വീണോളും. അപ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ എലീനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും. ഈ കുരുമുളകിൻ്റെ ഇല നന്നായിട്ട് തന്നെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു മിക്സിംഗ് ബൗളിലേക്ക് അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് പാകത്തിനുള്ള ഒരു ബൗൾ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ ബൗളിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എലിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള 1-2 ഐറ്റം കൂടെ അതിൽ ചേർക്കണം. അവർക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെ ആയിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കടലമാവ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. കടലമാവാണ് ബെറ്റർ. നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം. എലിക്ക് വളരെയധികം അട്രാക്റ്റ് ചെയ്യിപ്പിക്കണം ഒന്നും കൂടിയാണ് ഈ ശർക്കര. ഈ ശർക്കര നമ്മൾ കൂടുതലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും മാർഗത്തിൽ പൊടിച്ചെടുത്ത് കല്ലിലൊക്കെ പൊടിച്ചെടുത്ത് വരാം. ഇത് ഞാനൊരു കത്തി ഉപയോഗിച്ച് ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അതിലേക്ക് വന്നാൽ മാത്രം മതി. അപ്പോൾ ഈ ശർക്കരയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ 2 ഐറ്റം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എലിക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള 2 ഐറ്റം കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കൂടുതൽ ഭാഗങ്ങളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെയൊക്കെ അളവൊന്ന് കൂട്ടിയെടുത്തതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ശർക്കര കംപ്ലീറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ 2-3 പാരസിറ്റമോൾ, നമുക്ക് ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല, പാരസിറ്റമോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ബാലൻസ് 3 പാരസിറ്റമോൾ മാത്രമുള്ള ഒരു സ്ട്രിപ്പിൽ നിന്നാണ് എടുക്കുന്നത്. 3 പാരസിറ്റമോളും ഞാൻ എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ പൊടിച്ചെടുത്താണ് 3 പാരസിറ്റമോൾ പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് നല്ല യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ഞാൻ ഓൾറെഡി ജിൽസ് വേൾഡ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കണ്ടോളൂ. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തപ്പോഴും അത് ഡ്രൈ ആയി തന്നെ ഇരിക്കുന്നത്. നമുക്ക് വെള്ളത്തിൻ്റെ ഒരു അംശം പോലെ ഇത് വന്നിട്ടില്ല, ശർക്കര ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതലാവണ്ട, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ താഴെ, ഗ്യാസ് സിലിണ്ടറിൻ്റെ, ഗ്യാസ് അടുപ്പിൻ്റെ താഴെ, അതേപോലെ തന്നെ നമ്മൾ പച്ചക്കറി സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത്,
പിന്നെ സ്റ്റോർ റൂമിലൊക്കെ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ നമുക്ക് പുറത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, നമ്മൾ തറയുടെ ഭാഗത്ത് തുറന്ന് വരുന്ന സമയത്ത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. നമ്മൾ രാത്രി സമയങ്ങളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിലാണ് ഈ എലി വരുന്നത്. അപ്പം നമ്മളിത് പകലല്ല വെച്ച് കൊടുക്കേണ്ടത്, രാത്രി ടൈമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് തിന്നിട്ട് എലി പെട്ടെന്ന് തന്നെ ഓടിപ്പോക്കോളും, അത് എവിടെയെങ്കിലും പോയിട്ട് ചത്തു വീണോളും. അപ്പം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എലിക്കണി വെക്കാതെയും അതേപോലെ തന്നെ എലിവിഷം വെക്കാതെയൊക്കെ നമുക്ക് എലീനെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇതുപോലുള്ള ഏതെങ്കിലും ഉപയോഗം ഇല്ലാത്ത ഏതെങ്കിലും ഒരു അടപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എലിയൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ എലി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്ത്, അതായത് ഇതിൻ്റെ അളവൊന്ന് കൂട്ടിയതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് വെച്ച് കൊടുക്കാം. എലിയുടെ ശല്യം പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എലി ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, അതേപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.